നക്ഷത്രങ്ങളും നിഴലും മണൽ ഘടികാരവും എല്ലാം കഴിഞ്ഞ് മികച്ച യന്ത്രങ്ങളും കോഴ്സും എല്ലാം അടങ്ങിയ ലോകത്തെത്തുമ്പോൾ സമയനിർണ്ണയം കുറെ കൂടി കൃത്യമായി. നിത്യജീവിതത്തിലെ കാര്യങ്ങൾക്ക് ഇത് ധാരാളമല്ലേ എന്ന് തോന്നുമെങ്കിലും സാങ്കേതിക വിദ്യയുടെ ലോകം വളരണമെങ്കിൽ അല്പം പോലും പിഴവില്ലാതെ സമയം അളക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ഇത് പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയുണ്ടായി. വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പുരോഗതി ഉണ്ടായി. ആറ്റോമിക്, സബ് ആറ്റോമിക് തലത്തിലുള്ള കണങ്ങളുടെ സ്വഭാവം കൈകാര്യം ചെയ്യുന്ന ഈ ഭൗതിക ശാസ്ത്ര മേഖല ആറ്റോമിക് ക്ലോക്കുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന ധാരണ ഉണ്ടാക്കി. ഇത് ആറ്റോമിക് വൈബ്രേഷനുകളെ കുറിച്ചും ഊർജ്ജ നിലകളെ കുറിച്ചും ആറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള സമയ ക്രമീകരണം സങ്കല്പിക്കാൻ നിർണായകമായ കൂടുതൽ അറിവുകൾ നൽകി. ആറ്റോമിക് ക്ലോക്കിന് മുൻപ് മെക്കാനിക്കൽ ക്ലോക്കുകളും ക്വാർട്സ് വാച്ചുകളും എല്ലാമാണ് സമയനിർണ്ണയത്തിന് ഉപയോഗിച്ചിരുന്നതെന്ന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഇവയ്ക്കെല്ലാം കൃത്യതയിലും വിശ്വാസ്യതയിലും ചെറുതാണെങ്കിൽ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു. 20ാം നൂറ്റാണ്ട് പുരോഗമിക്കുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയ മേഖലകൾ ഏറ്റവും കൃത്യമായ സമയ ക്രമീകരണം അത്യാവശ്യമായിരുന്നു. ഈ ആവശ്യം മികച്ച രീതിയിൽ സമയം അളക്കുന്നതിനുള്ള ഒരു ഉപകരണത്തിന്റെ തിരച്ചിലേക്ക് ചിന്തിപ്പിക്കുകയുണ്ടായി. സീഷ്യം മാറ്റത്തിന്റെ ചില സവിശേഷതകൾ കണ്ടെത്തിയത് ഒരു വഴിത്തിരിവായി. സീഷ്യം മാറ്റങ്ങൾ എനർജി സ്റ്റേറ്റ് മാറ്റുമ്പോൾ വളരെ സ്ഥിരതയുള്ള ഫ്രീക്വൻസിയിലുള്ള മൈക്രോവേവ് പുറപ്പെടുവിക്കുന്നു. ഈ സ്ഥിരത സീഷ്യത്തെ സമയനിർണ്ണയത്തിന് അനുയോജ്യമാക്കി. പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധകാലത്തും അതിനുശേഷവും മൈക്രോവേവ് സാങ്കേതിക വിദ്യയിലെ പുരോഗതി സീഷ്യ മാറ്റങ്ങളെ സമയനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നതിൽ നിർണായകമാക്കി. ആറ്റോമിക് ക്ലോക്കുകളുടെ വരവിൽ സൈനിക നാവിഗേഷൻ മേഖലകൾക്ക് കാര്യമായ പങ്കുണ്ട്. നാവിഗേഷന്, പ്രത്യേകിച്ച് വ്യോമനാവിക മേഖലകൾ കൃത്യമായ സമയക്രമീകരണം അനിവാര്യമായിരുന്നു. കൂടാതെ 2ാം ലോക മഹായുദ്ധ സമയത്ത് റഡാർ സാങ്കേതിക വിദ്യയുടെ വികസനം കൃത്യമായ സമയനിർണ്ണയത്തിന്റെ മറ്റൊരു ആവശ്യകതയും ഉയർത്തിക്കാട്ടി. അതോടെ നൂതന സമയ സൂചന സാങ്കേതിക വിദ്യകളോടുള്ള താല്പര്യം ശാസ്ത്ര മേഖലകളിൽ വർദ്ധിക്കുകയുണ്ടായി. 1949 അമോണിയ തന്മാത്രകൾ ഉപയോഗിച്ച ആദ്യത്തെ ആറ്റോമിക് ക്ലോക്ക് സൃഷ്ടിക്കപ്പെട്ടു. എന്നിരുന്നാലും പിന്നീട് അധികം വൈകാതെ തന്നെ സീഷ്യം ഉപയോഗിച്ചുള്ള കൂടുതൽ നൂതനമായ പതിപ്പുകളും നിർമ്മിക്കുകയുണ്ടായി. 1967 സീഷ്യം ആറ്റോമിക് ക്ലോക്കിനെ അടിസ്ഥാനമാക്കി സെക്കൻഡിന് സ്റ്റാൻഡേർഡ് നിർവചനം നൽകി. ഇത് സമയ ക്രമീകരണ കൃത്യതയിലെ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. ഇത് നിരവധി സാങ്കേതികവും ശാസ്ത്രീയമായ പുരോഗതികളിലേക്കുള്ള വാതിലുകൾ തുറന്നു. ആറ്റോമിക് ക്ലോക്കുകളുടെ കൃത്യത സെക്കൻഡിന് ഒരു പുതിയ നിർവചനം കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ. പരമ്പരാഗതമായി ഭൂമിയുടെ ഭ്രമണം അല്ലെങ്കിൽ സൗരവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു സെക്കൻഡ് നിർവചിക്കപ്പെട്ടത്. പിന്നീട് ക്വാർട്സിനെ അടിസ്ഥാനമാക്കിയുള്ള നിർവചനവും നിലയിൽ വന്നു. എന്നിരുന്നാലും ആധുനിക ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ആവശ്യമായ ഒരു കൃത്യതയ്ക്ക് ഇതൊന്നും വേണ്ടത്ര സ്ഥിരതയുള്ളതായിരുന്നില്ല. 2 എനർജി സ്റ്റേറ്റിന്റെ ഇടയിൽ പരിവർത്തനം ചെയ്യുന്ന സീഷ്യ മാറ്റങ്ങൾ പുറപ്പെടുവിക്കുന്ന മൈക്രോവേവ് സിഗ്നലിന്റെ 926,26,31,707 ഓസിലേഷനുകളുടെ ദൈർഘ്യമാണ് ഒരു സെക്കൻഡ് എന്ന് നിർവചിക്കപ്പെട്ടത്. ഈ നിർവചനം സീഷ്യ മാറ്റങ്ങളുടെ സ്ഥിരമായ സ്വഭാവത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഇത് സമയ സൂചനയ്ക്ക് അനുയോജ്യമായ ഒരു മാനദണ്ഡമാക്കി മാറ്റി. ആറ്റോമിക് ക്ലോക്കുകളുടെ കൃത്യത സമാനതകളില്ലാത്തതാണ്. അവ ഏറ്റവും കൃത്യമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മാത്രമാണ് അവ ഒരു സെക്കൻഡിൽ താഴെ വ്യത്യാസം വരുത്തുന്നുള്ളൂ. വിവിധ ആപ്ലിക്കേഷനുകളിൽ ഈ കൃത്യത നിർണായകമാണ്. ഉദാഹരണത്തിന് GPS സാങ്കേതികവിദ്യ വളരെ കൃത്യമായ സമയനിർണ്ണയത്തെ ആശ്രയിച്ചിരിക്കുന്നു. സമയക്രമീകരണത്തിലെ ഒരു ചെറിയ വ്യത്യാസം പോലും സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കാര്യമായ പാകപ്പിഴയിലേക്ക് നയിച്ചേക്കാം. ഇത്രയധികം കൃത്യത ഉണ്ടായിരുന്നിട്ടും ഇതിലും കൂടുതൽ കൃത്യമായ സമയനിർണ്ണയത്തിനായുള്ള അന്വേഷണം ഇന്നും തുടരുന്നു. സ്ട്രോൺഷ്യം അല്ലെങ്കിൽ എറ്റർബിയം പോലുള്ള വ്യത്യസ്ത ആറ്റങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്റ്റിക്കൽ ലാറ്റിക്സ് ക്ലോക്കുകൾ വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ പഠനം നടത്തിവരികയാണ്. ഈ മാതൃകയിൽ മൈക്രോവേവ് ഫ്രീക്വൻസികൾക്ക് പകരം ഒപ്റ്റിക്കൽ ഫ്രീക്വൻസികളിൽ സമയം അളക്കുന്നു. സീഷ്യം അടിസ്ഥാനമാക്കിയുള്ള ആറ്റോമിക് ക്ലോക്കുകളേക്കാൾ ഈ ക്ലോക്കുകൾ കൂടുതൽ കൃത്യതയുള്ളതാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു നൂതന മാർഗം ക്വാണ്ടം ക്ലോക്കുകളാണ്. ഇത് കൂടുതൽ കൃത്യത കൈവരിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ തത്വങ്ങൾ ഉപയോഗിച്ചേക്കാം. ഈ മുന്നേറ്റങ്ങൾ ബഹിരാകാശ പര്യവേഷണം, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അടിസ്ഥാന ഭൗതിക ശാസ്ത്രം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ അഗാധമായി സ്വാധീനം ചെലുത്തും. മനുഷ്യരാശിയെ സംബന്ധിച്ചു സമയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നോക്കി സമയം മനസ്സിലാക്കുന്നതിൽ നിന്ന് ആറ്റോമിക് ക്ലോക്കുകൾ വരെ എത്തി നിൽക്കുന്ന യാത്ര സമയനിർണ്ണയത്തിന്റെ കൃത്യതയ്ക്കായുള്ള മാനവരാശിയുടെ അന്വേഷണത്തെ വെളിപ്പെടുത്തുന്നു. കൂടുതൽ അറിവ് നൽകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.